ആദ്യത്തെ ചില ആയത്തുകൾ അത് അവതരിക്കാനുള്ളതിന്റെ കാരണമായി പറയപ്പെടുന്ന ഒരു കഥ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു പറയുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ തഹ്രീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കഥ. ഇതാണ് മാനവരിൽ മഹാനായവന്റെ തനിനിറം. ഈ ഉസ്താദ് കള്ളത്തര പറയുന്നേ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റൂല. അടിമപ്പെണ്ണിന്റെയോ അതേപോലെ തന്നെ ഭാര്യേന്റെയോ പേരൊക്കെ ഇദ്ദേഹം നല്ല കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഉസ്താദ് സോഷ്യൽ മീഡിയയിൽ വന്ന് സത്യം പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ ആരും ഇദ്ദേഹത്തിനെ കള്ളനാക്കരുത്.